ചൈനയുമായുള്ള സമീപകാല അതിർത്തി പിന്മാറ്റ കരാറിൽ ഇന്ത്യയുടെ നിരന്തരമായ ശ്രമങ്ങളിലൂടെ ലോകം കണ്ടത് ചൈനീസ് ഡ്രാഗണിനെ മെരുക്കുന്ന ഇന്ത്യ എന്ന ലോകശക്തിയായിരുന്നു. 4 വർഷത്തെ പിരിമുറുക്കത്തിന് ശേഷം ഇരുവശത്തും പിന്മാറ്റം നടക്കുമ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ അയഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഈ കരാർ പ്രകാരം 2020 മുൻപുള്ള നിലയിലേക്ക് മടങ്ങാൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയും ഇന്ത്യയും ചൈനയും നിർണായകമായ ഡെപ്സാങ് ഡെംചോക്ക് മേഖലകളിൽ 2020 മുൻപുള്ള പെട്രോളിംഗ് അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ പെട്രോളിംഗിന് സൈനികരുടെ എണ്ണം പരിമിതപ്പെടുത്താനും പെട്രോളിംഗ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കാനും പെട്രോളിംഗിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. 2024 റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ തലേദിവസമാണ് ഈ കരാർ വന്നതെങ്കിലും താൽക്കാലിക സമാധാനം തേടുന്നതിന് ഇരു രാജ്യങ്ങൾക്കും പ്രായോഗികമായ കാരണങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇത് പ്രതിസന്ധികളെ ഇല്ലാതാക്കുകയും വരാനിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും LAC കൃത്യമായി പരിഹരിക്കാനുമുള്ള ഒരു വഴി തുറക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ മുന്നേറ്റത്തിന്റെ പ്രത്യേകതകൾ, അതിനു പിന്നിലെ ഗുണങ്ങൾ, ഇന്ത്യ ഇവിടെ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. ഇന്ത്യ ചൈന അതിർത്തി പ്രതിസന്ധിയിലെ ബ്രിക്സിന്റെ സ്വാധീനം 17 റൗണ്ട് വർക്കിംഗ് മെക്കാനിസം മീറ്റിംഗുകളുടെയും 21 റൗണ്ട് കോപ്സ് കമാൻഡർ തലത്തിലുള്ള ചർച്ചകളുടെയും ശേഷമാണെത്തുന്നത്. കൂടാതെ കഴിഞ്ഞ 4.5 വർഷത്തെ ശ്രമകരമായ ചർച്ചകളിലുടനീളം ഇന്ത്യ പുലർത്തിയ തന്ത്രപരമായ ക്ഷമയുടെ പ്രതീകം കൂടിയാണ് നിലവിലെ അതിർത്തി കരാർ എന്നതും ശ്രദ്ധേയമാണ്. 2020 സൈനിക നിലപാടുകൾ രൂക്ഷമായപ്പോൾ ആരംഭിച്ച ഒരു വലിയ സൈനിക പിന്മാറ്റ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് ഈ കരാർ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ LACയിൽ 2020 മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കുന്നതായി ഈ കരാറിന് ശേഷം വ്യക്തമാക്കി. ആദ്യമായി നമുക്ക് ഈ അതിർത്തി കരാറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി 2020 മെയ് 28 മുൻപ് ഡെപ്സാങ് സമതലങ്ങളും ഡെംചോക്കും ഉൾപ്പെടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ എല്ലാ മേഖലകളിലും അതാത് സേനകളുടെ പെട്രോളിംഗ് പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചിട്ടുണ്ട്. ഡെപ്സാങ്ങിലെ പോയിന്റ് 10 മുതൽ 13 വരെ ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തും. ഇത് ഡെംചോക്കിലെ ചാർഡിംഗ് വരെ നീളുന്നു. രണ്ടാമതായി ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനായി ഓരോ പെട്രോളിംഗിലും 13 മുതൽ 15 വരെ ആളുകൾ ഉൾപ്പെടുന്ന പെട്രോളിംഗ് മാസത്തിൽ 2 തവണ നടത്താമെന്ന് കരാർ അനുശാസിക്കുന്നു. ഏകോപനം നിലനിർത്തുന്നതിനും ഏറ്റുമുട്ടലുകളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനുമായി ഇരുപക്ഷവും പതിവായി പെട്രോളിംഗ് ഷെഡ്യൂളുകൾ പങ്കിടും. മൂന്നാമതായി കരാറിന്റെ നിബന്ധനകൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിനും ഇരു സേനകൾക്കുമിടയിലുള്ള സഹകരണവും വിശ്വാസ്യതയും പരിപോഷിപ്പിക്കുന്നതിനും വ്യവസ്ഥിതമായ നിരീക്ഷണവും പ്രതിമാസ അവലോകന യോഗങ്ങളും ഇരു സൈന്യങ്ങളും നടപ്പിലാക്കും. ലഡാക്കിലെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കുന്നത് ഭൗമരാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ചൈന ബന്ധത്തിലെ ചലനാത്മകതയുടെ പ്രതിഫലനമാണ്. ഇന്ത്യയും ചൈനയും പരസ്പര സമീപനത്തിൽ ഗുരുതരമായ മാറ്റം കാണിച്ചുവെന്നതും ഈ മാറ്റമാണ് ഈ കരാറിന്റെ സമാപനത്തിൽ കലാശിച്ചത് എന്നതും ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നു. സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കാൻ ഇരു രാജ്യങ്ങൾക്കും അവരുടേതായ കണക്കുകൂട്ടലുകളും യുക്തികളും ഉണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തി ഉടമ്പടിയിൽ നിന്നും തന്ത്രപരവും നയതന്ത്രപരവുമായ നിരവധി നേട്ടങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചു. ഡെപ്സാങ് സമതലങ്ങളും ഡെംചോക്കും പോലെയുള്ള തർക്കപ്രദേശങ്ങളിൽ 2020 മുൻപുള്ള പെട്രോളിംഗ് അവകാശങ്ങൾ പുനരാരംഭിക്കാനുള്ള ചർച്ചകളിൽ ഇന്ത്യ വിജയിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് നിർണായക മേഖലകളിൽ ഇന്ത്യയുടെ സാന്നിധ്യവും അവകാശവാദങ്ങളും സംരക്ഷിക്കപ്പെടാൻ കാരണമായി. തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ കരാർ പ്രകടമാക്കുകയും ഉത്തരവാദിത്തമുള്ള ആഗോള നേതാവെന്ന നിലയിലുള്ള ഇന്ത്യയുടെ ഖ്യാതി ഉയർത്തുകയും ചെയ്തു. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ മിറർ വിന്യാസം നിലനിർത്തിക്കൊണ്ടും തന്ത്രപരമായ ക്ഷമ പ്രകടമാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ കടുത്ത നിലപാട് ഇന്ത്യ ഒരു അധിനിവേശ രാജ്യമല്ല എന്ന വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് നിലകൊള്ളാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ചിത്രീകരിക്കുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി കരാർ അതിൻ്റെതായ തന്ത്രപരവും സാമ്പത്തികവുമായ നേട്ടങ്ങളോടെയാണ് എത്തുന്നത്. തായ്വാൻ, ഇന്തോ പസഫിക് തുടങ്ങിയ മറ്റ് മുൻഗണനകളിൽ ചൈനയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഈ കരാർ LACയിൽ വർദ്ധിക്കുന്ന സംഘർഷ സാധ്യത ഇല്ലാതാക്കുന്നു. ഈ തർക്കം ആരംഭിച്ചതു മുതൽ ഇന്ത്യ ചൈനീസ് കമ്പനികൾക്ക് മേൽ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അവയെ നിരോധിക്കുകയും ടെൻഡറിൽ നിന്നും നിക്ഷേപ പദ്ധതികളിൽ നിന്നും അവരെ പുറത്താക്കുകയും ചെയ്തത് വഴി ചൈനയ്ക്ക് ശതകോടികളുടെ നഷ്ടമുണ്ടാക്കിയിരുന്നു. പിരിമുറുക്കം ലഘൂകരിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അനുവദിക്കുന്നു. കൂടാതെ ട്രംപ് ഒരു പുതിയ വ്യാപാര യുദ്ധം പുനരാരംഭിക്കാൻ പോകുമ്പോൾ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഇടം നഷ്ടപ്പെടുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതല്ല. ഇന്ത്യയുമായുള്ള നീണ്ടു നിൽക്കുന്ന അതിർത്തി സംഘർഷങ്ങൾ ഇന്ത്യയെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ ശക്തികളോട്, അതായത് ക്വാഡ് പോലെയുള്ള ശക്തികളോട് അടുപ്പിച്ചു. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും ശ്വാസം മുട്ടിക്കുന്നതുമായ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തെ അർത്ഥമാക്കുന്നു.
അതിർത്തിയിലെ പിരിമുറുക്കം പരിഹരിച്ചുകൊണ്ട് ചൈന സാധ്യമായ സൈനിക സാമ്പത്തിക തകർച്ചകൾ ഒഴിവാക്കുകയും നയങ്ങൾ പുനഃക്രമീകരിക്കാൻ സ്വയം ഒരു ആശ്വാസം തേടുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ മുന്നോട്ടുള്ള വഴിക്ക് അതിന്റെ സുരക്ഷ ഉറപ്പാക്കാനും പ്രാദേശിക അഖണ്ഡത നിലനിർത്താനും പ്രാദേശികവും ആഗോളവുമായ നിലയെ ശക്തിപ്പെടുത്താനും നയതന്ത്ര സൈനിക തന്ത്രപരമായ നടപടികളുടെ മിശ്രിതം ആവശ്യമുണ്ട്. സൈനികരുടെ മൊബിലിറ്റിയും ലോജിസ്റ്റിക്സും മെച്ചപ്പെടുത്തുന്നതിന് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം തുടരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. LACയിലെ പ്രവർത്തനങ്ങളുടെ തത്സമയ നിരീക്ഷണത്തിനായി വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവ ഇന്ത്യ നിലവിൽ വിന്യസിക്കുന്നു. അത്യാധുനിക ആയുധങ്ങൾ, സാങ്കേതിക വിദ്യ, ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള യുദ്ധത്തിന് അനുയോജ്യമായ പരിശീലനം എന്നിവ ഉപയോഗിച്ച് സായുധ സേനയെ നവീകരിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നയതന്ത്ര രംഗത്ത് ചൈനയുടെ പ്രാദേശിക സ്വാധീനത്തെ അസ്ഥിരപ്പെടുത്താൻ ക്വാഡ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഊന്നൽ നൽകുന്നു. അതിർത്തി പ്രശ്നങ്ങളിൽ ഉറച്ച നിലപാട് നിലനിർത്തിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനം, വ്യാപാരം, ആഗോള ഭരണം തുടങ്ങിയ പരസ്പര പ്രയോജനകരമായ മേഖലകളിൽ ചൈനയുമായി ഇടപഴകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ അതിന്റെ പ്രധാന താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വർധനവ് തടയാൻ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. നിലവിലെ ഈ അതിർത്തി ഉടമ്പടി നിസ്സംശയമായും സ്വാഗതാർഹമായ നടപടിയാണ്. എങ്കിലും ഇതൊരു താൽക്കാലിക നടപടിയാണ് എന്നതിനോടൊപ്പം ഇത് അതിർത്തി തർക്കത്തിന്റെ അവസാനമായി ഇന്ത്യ കണക്കാക്കുകയും ചെയ്യുന്നില്ല എന്ന് കരുതപ്പെടുന്നു. ഈ ഉടമ്പടിയുടെ അവസാന ഘട്ടം ഡീഇൻഡക്ഷൻ ആയതിനാൽ ഇന്ത്യ പരമാവധി ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ചൈനയാണ് ഇപ്പോഴും ഇന്ത്യക്ക് ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നത് എന്നതിനാൽ ചൈനക്കാരുമായി ഇടപഴകുമ്പോൾ ജാഗ്രതയാണ് ഏറ്റവും വലിയ പ്രമേയം. കരാറിലെ വ്യവസ്ഥകൾ എല്ലാ അർത്ഥത്തിലും ചൈന പാലിക്കുന്നുവെന്ന് ഇന്ത്യ ഉറപ്പാക്കേണ്ടതും പരമപ്രധാനമാണ്. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സായുധ സേനയെ നവീകരിക്കുക, പ്രാദേശിക സഖ്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവ ചൈനയുടെ സ്വാധീനത്തെ സന്തുലിതമാക്കുന്നതിന് നിർണായകമാണ്. അതേസമയം സുസ്ഥിരമായ നയതന്ത്ര ഇടപെടലുകളും തന്ത്രപരമായ സാമ്പത്തിക നടപടികളും ഇന്ത്യയുടെ പരമാധികാരവും ദീർഘകാല താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്ഥിരതയും ഉറപ്പാക്കും. ദൃഢതയെ പ്രായോഗികവാദവുമായി സന്തുലിതമാക്കുന്നതിലൂടെ ഇന്ത്യക്ക് അതിരുകൾ സുരക്ഷിതമാക്കാനും പ്രാദേശിക നില വർദ്ധിപ്പിക്കാനും ഭാവിയിലെ വെല്ലുവിളികൾക്ക് തയ്യാറെടുക്കാനും കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.